UDF പ്രവേശനം വൈകുന്നതിൽ കടുത്ത അമർഷവും അതൃപ്തിയും പരസ്യമാക്കിയായിരുന്നു PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തുവെന്ന് VD സതീശനെ ഉന്നം വെച്ച PV അൻവർ തുറന്നടിച്ചു. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുമാണ് രാവിലെ PV അൻവർ പറഞ്ഞത്. ഒരേ സമയം അപേക്ഷയുടെയും കാർക്കശ്യത്തിന്റെയും ഭാഷ, അതായിരുന്നു ഇന്നത്തെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. UDFന്റെ ഭാഗമാകാൻ സഹകരിക്കുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന് എണ്ണി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UDFുമായി സഹകരിക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്ന വാക്കുകൾക്ക് മയമില്ലാത്ത മറുപടിയും. മെയ് 15-ന് VD സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതാണ്. 2 ദിവസത്തിനകം മുന്നണി പ്രവേശനം ഉറപ്പു തന്നു. പിന്നീട് ഒരു വിവരവുമില്ല. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് അൻവർ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. കത്രികപ്പൂട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വസ്ത്രാക്ഷേപം നടത്തി ചെളിവാരി എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തത്. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. മുന്നണി പ്രവേശനത്തിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അമ്പുകൾ മുഴുവൻ. തന്റെ UDF പ്രവേശനം വൈകിപ്പിക്കുന്നത് VD സതീശനെന്ന് പറയാതെ പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയ കടുപ്പിച്ച വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ എത്തി നിൽക്കുന്നു. വിപിൻ C വിജയൻ, 24 നിലമ്പൂർ. ഇപ്പോൾ ഒരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ, അത് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഗസയിലെ ഹമാസ് മേധാവിയെ വധിച്ചു എന്നുള്ള ഇസ്രയേലിന്റെ അവകാശവാദം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇപ്പോൾ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഹമ്മദ് സിൻവാറിനെ ഇസ്രയേൽ സൈന്യം വധിച്ചു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം അവിടെ തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഗസ പിടിച്ചെടുക്കൽ എന്നിങ്ങനെ ഇസ്രായേൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഗസയിലെ ഹമാസ് മേധാവി വധിച്ചു എന്നിപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്.